അർജുൻ സ്കോക്ക് ദൃഢം ജീത്തു ജോസഫ് പ്രസൻസ്. വെറും പ്രസൻസ് മാത്രമാണ്. ഇതിന്റെ ഡയറക്ടർ മാർട്ടിൻ ജോസഫ് തറക്കുന്നേൽ. റൈറ്റേഴ്സ് രണ്ടുപേരുണ്ട്, ജോമോൻ ജോൺ ആൻഡ് ലിൻഡോ ദേവസ്യ. DOP PM ഉണ്ണികൃഷ്ണൻ. എഡിറ്റിംഗ് വിനായക്. അതുപോലെ തന്നെ ഇതിന്റെ മ്യൂസിക് ആൻഡ് ഒറിജിനൽ സ്കോർ ചെയ്തിരിക്കുന്നത് ശ്രീരാഗ് സച്ചി. മ്യൂസിക്കിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു ത്രില്ലർ ടെംപ്ലേറ്റ് സാധനം, ക്ലീഷ അങ്ങനത്തെ കുറെ സാധനങ്ങൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ തുടക്കത്തിൽ ചില എലിവേഷൻ സാധനങ്ങളൊക്കെ നമ്മുടെ ഷെയ്നികത്തിനെ കാണിക്കുന്ന സമയത്ത് പിന്നെ ഇടയ്ക്ക് ഒരു കിണി 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 പറഞ്ഞിട്ട് അങ്ങനെ ചില സ്കോറിംഗ് പാറ്റേൺ ഒക്കെ ഉണ്ട്. സിനിമയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഒരു പോലീസ് സ്റ്റേഷനാണ്, ഒരു ഹിൽ സ്റ്റേഷനിലെ പോലീസ് സ്റ്റേഷൻ. അപ്പൊ ഹിൽ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ത്രില്ലറാണ്, മിസ്റ്ററി ആണ്, ഇൻവെസ്റ്റിഗേഷൻ ആണ്, ഹൂ ഡൺ ഇറ്റ് അങ്ങനത്തെ പരിപാടിയാണ്. അപ്പൊ ഹിൽ സ്റ്റേഷൻ ആകുമ്പോൾ സൗകര്യം ആ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു ആംബിയൻസ് സൃഷ്ടിച്ചെടുക്കാൻ, എസ്പെഷ്യലി രാത്രിയാകുമ്പോൾ പോച്ചപ്പുല്ലെല്ലാം പുകച്ച് ആ ഒരു മിസ്റ്റി ഫീലിംഗ് ഉണ്ടാക്കാം. പിന്നെ കുറെ കാട്, ഊടുവഴി, കുഗ്രാമം. അപ്പൊ അങ്ങനെയുള്ള ഒരു അവിടെയുള്ള ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ഫസ്റ്റ് അപ്പോയിന്റ്മെന്റ് ആണ് നമ്മുടെ ഷെയ്നികത്തിന്, സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ആയിട്ട്. അപ്പൊ അദ്ദേഹം വളരെ ചാമിങ് യങ് മാൻ, തീരെ റഫ് ഒന്നുമല്ല, വളരെ കൂളായിട്ടുള്ള ഒരു മനുഷ്യൻ. അങ്ങനെയാണ് ക്യാരക്ടർ പോർട്രേ ചെയ്തിരിക്കുന്നത്. ഒരു ക്യാരക്ടർ സ്കെച്ച് അങ്ങനെയാണ്. അങ്ങനെ വരുന്ന ഒരാൾ. അപ്പോൾ ഇയാൾക്ക് അവിടെ എക്സ്പീരിയൻസ് ഉണ്ടാവണമെങ്കിൽ അവിടെയുള്ള സീനിയേഴ്സ് ഇൻ ദ സെൻസ് വയസ്സിന് മൂത്ത ആൾക്കാർ, സബോർഡിനേറ്റ്സ് ആണെങ്കിലും സീനിയേഴ്സ് ആണ്. അപ്പൊ അവിടെ വരുന്നതാണ് നമ്മുടെ ശോഭി തിലകൻ, കോട്ടയം രമേശ്. പിന്നെ സ്ത്രീകൾ രണ്ടുപേരുണ്ട്. ഒന്ന് നമ്മളെ കൃഷ്ണപ്രഭ ഡാൻസർ, പിന്നെ മറ്റേ ഇദ്ദേഹം ദിനേശ് പ്രഭാകർ, മറ്റേ ഹെലികാം ഓപ്പറേറ്റർ പുള്ളിയുണ്ട്. പിന്നെ വേറൊരു നടിയുണ്ട് സാനിയ ഫാത്തിമ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവര് കരാട്ടക്കാരിക്ക. അപ്പൊ ഇങ്ങനെ ഇത്രയും പേരാണ് ഉള്ളത്. പിന്നെ വിനോദ് ബോസ്. അങ്ങനെ അപ്പൊ ഇവരെല്ലാരും കൂടെ ഒരാളും കൂടി ഉണ്ട്, എന്താ ഉണ്ണി പുള്ളിയും കൂടെ ഉണ്ട്. അപ്പൊ ഇത്രയും പേരും കൂടെ അവിടെ ഇത്ര പേരേ ഉള്ളൂ. അതായത് പറഞ്ഞ അത്ര പോലീസ് അവിടെ ഉള്ളൂ. അപ്പൊ ഇയാൾ വരുന്ന സമയത്ത് അവിടെ വലിയ കേസൊന്നുമില്ല. പിന്നീട് അങ്ങോട്ട് നിരന്തരം മർഡർ കേസ്, റോബറി കേസ് എല്ലാം വന്നിട്ട് ഇദ്ദേഹത്തെ ഇൻഎക്സ്പീരിയൻസ്ഡ് ആയതുകൊണ്ട് ഇദ്ദേഹത്തിന് അതിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറയും ഈ സീരിയൽ ലെവൽ മേക്കിങ്ങും അതോടൊപ്പം തന്നെ നാടകം ലെവലിൽ ആക്ടിങ്, അതായത് ഒലക്ക വിഴുങ്ങിയ പോലെ എല്ലാവരും. ഇതിന്റെ സ്റ്റേജിങ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ സ്റ്റേജിങ് ഉണ്ടോ? എല്ലാവരും ഒരേ സമയത്ത് എഴുന്നേറ്റ് നിൽക്കും, എല്ലാവരും ഒരേ സമയത്ത്, അതായത് ഡയലോഗ് പറയാൻ വേണ്ടി തയ്യാറായി നിൽക്കുക. എന്നിട്ട് പിന്നെ ഈ ശോഭി തിലകന്റെ കാര്യം അറിയാലോ, അദ്ദേഹത്തിന്റെ ഡയലോഗ് ഡെലിവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഡബ് ചെയ്ത് അങ്ങനെ ആയിപ്പോയതായിരിക്കാം. തനി സീരിയൽ ലെവലാണ്. പുള്ളിയുടെ ബോഡി ലാംഗ്വേജും പോലീസ് സെറ്ററിലുള്ള ആ ലുക്കൊക്കെ കീടാ. പക്ഷെ ഇദ്ദേഹം സംസാരിച്ച സമയത്ത്, സർ ഇന്നലെ കുറിച്ച് അധികമായി പോയി, തലേന്ന് വെള്ളം അടിച്ചിട്ടേ, സോറി സർ, ഓക്കെ സർ, ചെയ്യാം സർ, ഓക്കെ സർ, വരണം സർ, ഇങ്ങനെയുള്ള പരിപാടിയാണ്. അതോടൊപ്പം തന്നെ മറ്റുള്ള ആൾക്കാരും, പുള്ളി മാത്രമല്ല കേട്ടോ, റോബറി കാണുന്നതിന് എൻ്റെ ഫ്രണ്ടിൽ നിന്ന് പിന്നെ ഷീനികം പറയാം, സാധാരണ ഇത്തരം ചെയ്ത ആളുകൾ തന്നെ ആൾക്കൂട്ടത്തിൽ ഉണ്ടാവുമല്ലോ. ഉണ്ടാവും സർ, തീർച്ചയായും ഉണ്ടാവും സർ, ഉണ്ടാവും സർ, സർ ഇവിടെ നല്ലത് ഓർഡർ ഊണ് കിട്ടും സർ, കഴിക്കാം സർ, ഓ കാശ് സാറേ അത് വേണ്ട സർ സർ. ഇതിനോടൊപ്പം തന്നെ കട്ടയ്ക്ക് കോട്ടയം രമേശുണ്ട്. അപ്പൊ ഇങ്ങനെ വളരെ ആർട്ടിഫിഷ്യലായിട്ട്. പിന്നെ ഇതിലുള്ള ജൂനിയേഴ്സ് ഒക്കെ വളരെ മോശം, ജൂനിയർ ആർട്ടിസ്റ്റുകൾ. ഇവരിങ്ങനെ അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അടികൂടുക. ഈ റോബറി നടന്നാൽ നമുക്ക് ക്യാമറയിൽ കിട്ടാൻ വേണ്ടി ഇങ്ങനെ എന്നെ ക്യാമറ കാണും ഇതൊക്കെ ഡയറക്ടറിലെ കൺട്രോൾ ചെയ്യണ്ടേ, അവരെ പറഞ്ഞിട്ടും കാര്യമില്ല. പിന്നെ അഭിനയിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുക. അതായത് ഇപ്പോൾ ഒരു സിറ്റുവേഷൻ കൊടുത്തു ഒരു സീനിനകത്ത്. അപ്പൊ നിങ്ങളിങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ കച്ചറ കൂടുകയാണ്, അടി കൂടുകയാണ്. അപ്പൊ ഒരു പോലീസ് ജീപ്പ് ഇങ്ങോട്ട് വരും. അപ്പൊ ഒരു അടികൂടി തുടങ്ങുമ്പോഴേ നമുക്കറിയാം ഇവർ അടികൂടുമ്പോഴേ ഇവരെ മൈൻഡിൽ ഇത് പോകുന്നുണ്ട്, നമുക്ക് അഭിനയം കാണുമ്പോൾ മനസ്സിലാവും. ഇവരിങ്ങനെ അടികൂടുക, പോലീസ് ജീപ്പ് പോരെ പറയും നിൽക്കുക. അപ്പൊ വരുന്നതിനെ സംസാരിക്കുന്നു ഇങ്ങനെ നിരന്തരം. പിന്നെ ത്രില്ലറിന്റെ മെയിൻ കാര്യം എന്താണ്, അതിൽ പിന്നെ നമുക്ക് ത്രില്ലുണ്ടാവണം. ഇതിൽ എനിക്ക് പ്രത്യേകിച്ച് ഒരു ത്രില്ലും ഫീൽ ചെയ്തിട്ടില്ല. എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫിലൊക്കെ കുറേ ലൂസൻസ്, ഒരു കാര്യമില്ലാത്ത കുറെ ലൂസൻസ്. എന്നിട്ട് അതിന് പിന്നെ ഒരു പേ ഓഫ് ഉണ്ടോ അതുമില്ല. പിന്നെ അതെന്തിനായിരുന്നു അങ്ങനെ, എന്തായിരുന്നു നമ്മുടെ ഉദ്ദേശിച്ചത്? ലോജിക്കിന്റെ കാര്യമില്ല ഞാൻ പറയുന്നത്. കുറെ സാധനം, കുറെ ഫോൾഡേഴ്സ് ഇങ്ങനെ ഓപ്പൺ ആക്കി വെച്ചിട്ട് അത് പിന്നീട് കണക്ട് ചെയ്യണ്ടേ, അല്ല അതിന്റെ പുറകെ പോകണ്ടേ, ഒരു ഫോളോ അപ്പ് പോകണ്ടേ. ഇതൊരു തേങ്ങയില്ല. കുറെ ഇങ്ങനെ എന്തൊക്കെ എഴുതിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ ഇത്ര ത്രില്ലേഴ്സ് എഴുതുന്ന ആൾക്കാർക്കുള്ളൊരു ധൈര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും ആരും പിന്നെ രണ്ടാമതൊരു സെക്കൻഡ് വാച്ച് ചെയ്യൂല. നമ്മൾ സെക്കൻഡ് വാച്ച് ചെയ്യുമ്പോഴല്ലേ നമുക്ക് ഇത് വീണ്ടും ഡീകോഡ് ചെയ്ത് ഇത് ഇങ്ങനെയായിരുന്നു അല്ലേ, അതിലെ തെറ്റായാലും ശരിയായാലും ബ്രില്യൻസ് ആയി കഴിഞ്ഞാലൊക്കെ തന്നെ അവരെ കണ്ടുപിടിക്കാൻ ആൾക്കാർ മെനക്കെടും. ഒരു തവണ തന്നെ എങ്ങനെയാ കണ്ടു തീർക്കുന്നത്, പിന്നെ കുഴപ്പമില്ലല്ലോ. അപ്പൊ അങ്ങനെ, അതായത് ഒരു കഥാപാത്രത്തിന്റെ പുറകെ പോകാൻ പറയും, കമാൻഡ് കൊടുക്കും. അപ്പോഴത്തേക്കിനെ ശോഭി തിലകൻ സർ, ഓക്കെ സർ സർ. പക്ഷേ പിന്നെ ഈ ഷൈനികം ഇങ്ങനെ കുറെ ഇത് കൊടുത്തിട്ട് ഇവരങ്ങോട്ടും ഇങ്ങോട്ടും പോവാ, പരക്കം പായ.
ഇതാക്കും ഇങ്ങനെ പോകുന്ന സിനിമ. പിന്നെ ഇതിൽ കുറേ സീൻസ് ഉണ്ട്. ഒരു ഈ ഷൈനിക വന്നതിന് ശേഷമാണ് ഇവിടെ കുറെ കേസസ് ഉണ്ടാവുന്നത്, മർഡേഴ്സ്, റോബറിക്ക്. അപ്പം സീനിയർ ഉദ്യോഗസ്ഥൻ പറയും, മേലസം പറയും, തനിക്ക് ചാകരയായല്ലോ, ഇതെന്താ ഇയാളെന്താ മീൻ പിടിക്കാൻ പോയതോ? ഓ, കുറെ ആള് മരിക്കുമ്പോ സന്തോഷം, തനിക്ക് ചാകരയായല്ലോ. എന്നിട്ട് ഇവനെ തന്നെ ചീത്തയും പറയാം, നിനക്ക് കഴിവില്ല, നിനക്ക് തനീഷ് അറിയില്ല, വേറെ ആൾക്ക് കൊടുക്കുവാണ്, വേറെ ഓഫീസർക്ക് കൊടുക്കുവാണ്. അങ്ങനെ അങ്ങനെ കുറേ സീൻസ് ഉണ്ട് ഇതിനകത്ത്. ഞാൻ നേരത്തെ പറഞ്ഞ ഈ സാനിയ ഫാത്തിമ ചെയ്ത കഥാപാത്രത്തിന് ക്രഷ്, കാരണം ഷെയ്നിക ആണല്ലോ, അപ്പോൾ ക്രഷ് ഒക്കെ വേണ്ടേ. പിന്നെ കരാട്ടക്കാരിയൊക്കെയാണ്. പിന്നെ പോലീസ് സ്റ്റേഷൻ മൊത്തം ഒരു ജീവനില്ല. സാധാരണ പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് വയർലെസ് സന്ദേശങ്ങളും കുറച്ച് കമ്മ്യൂണിക്കേഷൻസും കുറച്ച് ബാക്ക്ഗ്രൗണ്ട് ഡ്രോപ്പും ഒക്കെ ഉണ്ടാവൂലേ. അറ്റ്ലീസ്റ്റ് സൗണ്ടിലെങ്കിലും അത് നമുക്കൊരു പോലീസ് സ്റ്റേഷനെ തോന്നിപ്പിക്കണ്ടേ. ഇതെന്തോ ഒരു സങ്കേതം. അവിടെ കുറെ ആൾക്കാർ ഇങ്ങനെ ഒലക്ക ഒഴുങ്ങിയ പോലെ വെടിയിട്ട് നിന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. അതായത് പടം ദൃഢാണല്ലോ, അപ്പൊ ദൃഢത കാണിക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരും ദൃഢ സ്റ്റിഫാ. ഞാൻ പറഞ്ഞു കഞ്ഞിപ്പശ മുക്കിയ പോലെ എല്ലാവരും. ഷെയ്ൻ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അദ്ദേഹത്തിന് കിട്ടിയ വേഷം മാക്സിമം നന്നാക്കി തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഇത്രയും ഒരു ബലക്ഷയുള്ള ദൃഢമല്ലാത്ത ഒരു സ്ക്രിപ്റ്റിനകത്ത് അത്രയും ഒരു 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 സീരിയൽ ലെവൽ മേക്ക് ചെയ്തിട്ടുള്ള സാധനത്തിനകത്ത് പിന്നെ അദ്ദേഹം അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. പെർഫോം ചെയ്തിട്ട് അതിന്റെ ഇമ്പാക്ട് കിട്ടുന്നില്ല. പുള്ളി ആ ക്യാരക്ടർ പിടിച്ചിട്ട് മാക്സിമം ചെയ്തിട്ടുണ്ട് ആസ് ഓൾവേസ്. പിന്നെ ഇതിൽ ഏറ്റവും ചിരിപ്പിച്ച ഒരു സീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കക്ഷി, ഒരുത്തൻ കാമുകൻ ഒരു പെണ്ണിനെ ബ്ലാക്ക്മെയിൽ ചെയ്യും, ന്യൂഡ് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുത്ത് വെച്ചിട്ട്. അപ്പം പ്രൂഫ് ഉണ്ട്, പരാതി ഉണ്ട്, ആളെ കയ്യോടെ പിടിക്കുകയും ചെയ്യും. എന്നിട്ട് ക്ലാസ് ടീച്ചേഴ്സ് ഒക്കെ പറയൂലേ, നേരം വൈകി വന്നാലും നാളെ മുതൽ വൈകി വരാൻ പാടില്ല, അല്ലെങ്കിൽ ഹോംവർക്ക് ചെയ്യാതെ വരാൻ പാടില്ല പറയും പോലെ ഇനി മേലാൽ ആവർത്തിക്കരുത്. എക്സാം ഡയലോഗ് അതല്ല, ആ ഒരു അപ്രോച്ച്. അങ്ങനെ ഉണ്ടോ? ഒരാളെ കയ്യോട് കൂടി വിത്ത് പ്രൂഫ് ഇത്രയും വലിയ ക്രിമിനലിനെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അറസ്റ്റ് ചെയ്ത് FIR ഇട്ട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യണ്ടേ? ഇത് അവിടെ കിടന്നിട്ട് മേലാൽ ആവർത്തിക്കരുത്, ആവർത്തിച്ചു കഴിഞ്ഞാൽ നിന്റെ കൺഫെഷൻ എന്റെ കയ്യിലുണ്ട്, ഞാനത് എടുത്തു വെച്ചിരിക്കുന്ന തെളിവ് എന്ന് പറഞ്ഞ് ഒരു ക്രിമിനലിനെ സൊസൈറ്റിയിലേക്ക് തുറന്നുവിടുക. അവൻ ഉറപ്പായിട്ടും റിപ്പീറ്റ് ചെയ്യും. ഇങ്ങനെയൊക്കെയാണ് എഴുതി വെക്കുന്നത്. പിന്നെ തലക്കടി കിട്ടുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അതൊക്കെ കാണുന്ന സമയത്ത് എനിക്ക് പഴയ സിദ്ദിഖ് ലാൽ സിനിമ കാണും പോലെ ഫീൽ ചെയ്തിട്ടുള്ളത്, കോമഡി ആയിട്ട്. എന്തൊക്കെയോ ഇങ്ങനെ കാണിക്കുക. അങ്ങനെ സിനിമ കുറെ പേരുണ്ട്. പ്രശാന്ത് മുരളിയുണ്ട്, അഭിറാം ഉണ്ട്, നമ്മളെ ടെന്നമ്മൽ ഉണ്ട്. ആർക്കും പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല, ചെറിയ ചെറിയ സീൻസിൽ വന്ന് പോകണം. പിന്നെ ആസ്ഥാന ഫോറൻസിക് സർജൻ ഉണ്ട്, അദ്ദേഹമാണ് ഫോറൻസിക് സർജൻ മലയാള സിനിമയിൽ ഒഫീഷ്യലി. പിന്നെ മാത്യു വർഗീസ്, പുള്ളിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലീസ് ഓഫീസർ. എല്ലാവർക്കും കുറച്ച് സീൻസ് ഉണ്ട്. ക്ലൈമാക്സിനെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. റൈറ്റിംഗിൽ കുറച്ചെങ്കിലും ഒന്ന് മെച്ചപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്ന ക്ലൈമാക്സ് ആണ്. പക്ഷേ സ്റ്റിൽ എക്സിക്യൂഷനിൽ ഇത് വലിയ സുഖമായില്ല. പോലീസ്